പി എം നിയാസ്, യു ഡി എഫ് സർക്കാരും റെസ്പോൺസിബിൾ ആണ്, യു ഡി എഫ് സർക്കാരിനും ഉത്തരവാദിത്വമുണ്ട്. നോക്കൂ, യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്താണ് സുനിത ഷെറിൻ്റെ സഹതടവുകാരിയായത്. ആ സമയത്താണ് ഇതൊക്കെ നടന്നത്. മാത്രമല്ല, ഈ അഭിമുഖത്തിൽ മറ്റൊരു കാര്യം കൂടി സുനിത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ജയിൽ DGP ആയിരുന്ന അലക്സാണ്ടർ ജേക്കബിനെ ഉന്നതങ്ങളിൽ നിന്ന് വിളിച്ച് ശകാരിച്ചു, എന്തുകൊണ്ട് ഷെറിന് പരോൾ അനുവദിക്കുന്നില്ല എന്ന് സുനിത പറഞ്ഞാണ്. സുനിത ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, രണ്ട് മുന്നണികൾക്കും LDFനും UDFനും ഒരുപോലെ കണ്ണിലുണ്ണി ആവണമെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കും? നോക്കൂ, അല്ല അങ്ങനെ പറയുന്നതിൽ കാര്യമില്ല. അനിലിൻ്റെ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. അലക്സാണ്ടർ ജേക്കബിൻ്റെ കാലത്ത് അവർക്ക് ഫരോള് കൊടുത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് ഒരു ഈ മൂന്ന് തവണ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ ഒരു 3 ആയുസ് ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ തടവിന് ശിക്ഷിക്കപ്പെടണമെന്നാണ് ആ ശിക്ഷയുടെ കാതൽ. ആ ശിക്ഷിക്കപ്പെട്ട പ്രതിക്ക് ഈ 14 വർഷത്തിനിടയിൽ 444 ദിവസമാണ് പരോൾ കൊടുത്തത്. 444 ദിവസത്തിൽ 345 ദിവസം ഓർഡിനറി തടവും 92 എമർജൻസി പരോളും, 345 ദിവസം ഓർഡിനറി പരോളും 92 ദിവസം എമർജൻസി പരോളും 7 ദിവസം യാത്രയ്ക്ക് വേണ്ടിയും ആണ് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. ആ കൊടുത്തത് താങ്കൾ പരിശോധിക്കണം. കഴിഞ്ഞ 8 കൊല്ലത്തിനിടയിൽ എത്രയാണ് കൊടുത്തതെന്ന്. അത് ഇവർക്ക് മാത്രമല്ല, അങ്ങേയൊക്കെ അറിയാം. കൊടിസുനി, കിർമാനി മനോജ്, നമ്മുടെ LDFൻ്റെ കൊലക്കേസിൽ പ്രതിയായി മരണപ്പെട്ടു പോയ LDFൻ്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇടയിലാണ് ആ പട്ടികയിൽ ആദ്യത്തെ പട്ടിക ഷെറിനും ഉണ്ടായിരുന്നു. അതെ, ഞങ്ങളത് അക്കാര്യത്തിൽ ഞങ്ങൾ എടുത്തൊരു നിലപാട് താങ്കൾക്ക് അറിയാമല്ലോ. ആ കേസിൽ ഷാഫി എന്ന് പറയുന്ന ഒരു തടവുകാരൻ തടവിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം സ്വർണ്ണ പൊട്ടിക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടു എന്ന് തോന്നിപ്പിച്ചു. അദ്ദേഹത്തിനെ അടക്കം, ഷാഫി അടക്കം താഴെ ഇറക്കാനാണ് ജയിൽ ഉപദേശ സമിതിയുടെ ഉത്തരവുണ്ടായത്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കി, ജയിൽ ഉപദേശ സമിതിയിൽ കളക്ടറും SP-യും അതുപോലെ DGP-യും ജയിൽ DGP-യും അതുപോലെ സർക്കാർ നിയമിക്കുന്ന 3 ഉൾപ്പെടെയുള്ള ആളുകളാണ് ജയിൽ ഉപദേശ സമിതിയിൽ ഉണ്ടാകുന്നത്. ഇതേ ജയിൽ ഉപദേശക സമിതി തന്നെ കേരളത്തിലെ പല ജയിലുകളിലും ആളുകളെ പുറത്തിറക്കാൻ വേണ്ടി ശുപാർശ ചെയ്തിട്ടുണ്ട്. ഒരു ശുപാർശയും നടപ്പിലാക്കിയിട്ടില്ലല്ലോ. പൂജപ്പുര, വിയ്യൂര്, നെടുകാൽ തേരി തുടങ്ങി സെൻട്രൽ ജയിലിൽ നിന്നും അവിടെ ഇതുപോലെ ഉപദേശ സമിതി ഉണ്ടായിട്ട് പോലും 1 വർഷവും 2 വർഷവും കഴിഞ്ഞിട്ടും ആ ഉപദേശ സമിതിയിൽ നിന്നും പേര് കൊടുത്ത ആളുകൾ ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഇവിടെ കരയാനുള്ളത്, ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൽ ഏറ്റവും ആദ്യം രമേശ് ചെന്നിത്തലയല്ലേ പ്രതികരിച്ചത്, ഏറ്റവും ആദ്യം കോൺഗ്രസ് അല്ലേ കത്ത് കൊടുത്തത്. ഇക്കാര്യത്തിൽ ഞങ്ങൾ എടുക്കുന്ന നിലപാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാണ് ഈ സംഭവം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം. സംഭവം ഉണ്ടായ കാലം മുതൽ അത് അതിശക്തമായ നടപടി ആരാണ്? വിൻസെൻ്റ് ഡി പോളിൻ്റെ IG ആയിരുന്ന സമയത്താണ് അദ്ദേഹമാണ് അന്വേഷണം നടത്തിയത്. ആ അന്വേഷണം നടത്തിയതിന് പേരിലാണ് ഈ കേസ് അന്വേഷണം നടന്നത്. ഈ കേസ് അന്വേഷണം വളരെ ശാസ്ത്രീയപരമായി തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ആ കേസ് ശിക്ഷിക്കപ്പെട്ടു എന്ന് മാത്രമല്ല എല്ലാവരെയും ശിക്ഷിച്ചു. മർഡർ, അതുപോലെ കോൺസ്പിറസി, അതുപോലെ ക്രൈം നടത്തുവാനുള്ള പ്രേരണ, അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു, റോബറി, അസോൾട്ട് തുടങ്ങിയ ഈ നിരവധികളായ ഇന്ത്യൻ കുറ്റകൃത്യങ്ങളിൽ പ്രതിയായതുകൊണ്ടാണ് 3 അതൊക്കെ ശരി തന്നെ, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അഡ്വക്കേറ്റ് നിയാസ്, അന്ന് UDFൻ്റെ ഭാഗമായിരുന്ന ഒരാൾ, അയാളാണ് അന്നും സ്വാധീനം ചെലുത്തിയിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഇതാ ഇടതുമുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സംശയത്തിൻ്റെ വിരൽ അത് ചൂണ്ടുന്നത് അദ്ദേഹത്തിൻ്റെ നേരെ തന്നെയാണല്ലോ. ഞാനൊരു കാര്യം ചോദിട്ടെ, താങ്കൾ ഗണേഷ് കുമാറിനെയാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഗണേഷ് കുമാർ ഞങ്ങളുടെ പാർട്ടിയിലായിരുന്നു. ഗണേഷ് കുമാറിൻ്റെ പിതാവ് നമ്മളെ പാർട്ടിയിലായിരുന്നു. ആ പിതാവിനെ കേരള ഗവൺമെൻറ്റിൽ നിന്നും മാറ്റിയത് ഞങ്ങളുടെ തീരുമാനപ്രകാരമാണ്. ഞങ്ങൾ ഉള്ള സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന് കേസിൽപ്പെട്ടത് ശേഷം ജയിലിലായി. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി UDF വിട്ടുപോയിട്ടുള്ളത്. ഇപ്പോൾ LDFിലാണ്. അപ്പോൾ LDFിലുള്ളൊരു മന്ത്രിയെക്കുറിച്ച് ഇപ്പോൾ താങ്കളുടെ മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞാൽ എന്തർത്ഥമുള്ളത്?
അനിൽ നമ്പ്യാർ ഇതിനു മുമ്പ് ഏതൊക്കെ മാധ്യമസ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും? അനിൽ നമ്പ്യാർ ഇന്ന് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന് അന്ന് പ്രവർത്തിച്ച മാധ്യമസ്ഥാപനത്തിന് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്? എനിക്കിവിടെ പറയാനുള്ളത് വളരെ വ്യക്തമായിട്ട് എനിക്ക് 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, നമുക്ക് പറയേണ്ടത് എങ്ങനെയാണ്, ഞാനൊരു അഭിഭാഷകനാണ്. അനിൽ നമ്പ്യാർ ജയിലിൽ കിടന്നത് എനിക്കറിയാം. ഞാൻ ജയിലിൽ കിടന്ന ആളാണ്. അത് പിന്നെ നായനാർ ഭരിക്കുന്ന സമയത്തും അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രീയ കേസിലും ഒക്കെ ഞാൻ ജയിലിൽ കിടന്നതാണ്. അതൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഒരു സൗകര്യവും ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2 തരത്തിലാണ് റിമാൻഡ്. ഒന്ന് റിമാൻഡ് പ്രിസണും ഒന്ന് കൺവിക്റ്റഡ് പ്രിസൺ. റിമാൻഡ് പ്രിസണിന് കിട്ടുന്ന സൗകര്യങ്ങളല്ല കൺവിക്റ്റഡ് പ്രിസണ് കിട്ടുന്നത്. ആ കൺവിക്റ്റഡ് കിട്ടുന്ന സാഹചര്യങ്ങളാണോ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്? ഒരു നമ്മളിപ്പോൾ പിന്നെ റിമിഷന് ഒരു അനുവദിക്കുമ്പോൾ നിയമം പറയുന്നത് അവർ കോടതി ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കാലത്തെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ, അദ്ദേഹത്തിൻ്റെ ജയിൽ നിയമങ്ങളോടുള്ള രീതികളിലൊക്കെ ഉള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഇവരെ എന്തുകൊണ്ട് മാറ്റി? ജയിലിലെ നിയമങ്ങൾ അനുസരിക്കാത്തത് കൊണ്ടല്ലേ? അവിടെ ഒരു തടവുകാരി താങ്കളുടെ ആദ്യമായി താങ്കളെ ഞാൻ അനുമോദിക്കുകയാണ്. ഇത്രയും വലിയൊരു സെൻസേഷനായിട്ട് ഞങ്ങളൊക്കെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വാർത്ത താങ്കളത് വളരെ എന്താ പറയുക, വളരെ ത്യാഗം സഹിച്ചുകൊണ്ടാണ് താങ്കൾ പുറത്തു കൊണ്ടുവന്നത്. അതിന് ഒരു തടവുകാരികളെ തന്നെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് ഞാൻ കേൾക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു തടവുകാരി തന്നെ ജയിലിൽ നേരിട്ട് ജില്ലാ ജഡ്ജ് തുറന്നു നോക്കുന്ന പെട്ടിയിൽ പരാതി ഇട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ശരിയാണല്ലോ. അതിനുശേഷം നേരെ ഒരു ഹൈക്കോടതി ജഡ്ജ് വിസിറ്റ് ചെയ്തപ്പം അവർ പരാതി നേരിട്ട് പറഞ്ഞു. ആ ഹൈക്കോടതി ജഡ്ജിന്റെ പേര് ഞാൻ സുനിൽ തോമസ് സുനിൽ തോമസ് ആണ്. സോറി ജില്ലാ ജഡ്ജ് സുനിൽ തോമസ് റുട്ടീനായിട്ടുള്ള ഇൻസ്പെക്ഷൻ സമയത്ത് വന്ന സമയത്താണ് അദ്ദേഹത്തെ ഇത് കാണിക്കാൻ ചെയ്തത്. അവിടെ അദ്ദേഹം റൂമിൽ പോയപ്പം ഒരിക്കലും ഒരു കൺവിക്റ്റഡ് പ്രിസണിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, കോടതിയിൽ തലയണ കൊടുക്കണമെങ്കിൽ കോടതിയുടെ ഉത്തരവ് വേണം. ഈ പായക്ക് പകരം കട്ടിൽ കൊടുക്കണമെങ്കിൽ കോടതിയുടെ ഉത്തരവ് വേണം. ഇതൊന്നുമില്ലാതെ ഈ സൗകര്യങ്ങൾ, മേക്കപ്പ് സെറ്റുകൾ അടക്കം എല്ലാ സൗകര്യങ്ങളും അദ്ദേഹത്തിന്, ഇപ്പം ഞാൻ ജയിലിൽ കിടന്നതാണ്. ജയിലിൽ കിടക്കുന്ന ഞാൻ പോയിട്ട് വേണം എൻ്റെ ഭക്ഷണം വാങ്ങുവാൻ. വേറൊരാൾക്ക് പോയി ക്യൂ നിന്ന് എനിക്ക് വാങ്ങിത്തരാൻ കഴിയില്ല. ഒരാൾക്ക് ഒരു തവണയാണ് ഭക്ഷണം കൊടുക്കുക. ഇവർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ വേറെ ഒരാളെ ഡെപ്യൂട്ടി ചെയ്തിരിക്കുകയാണ്. സൗകര്യങ്ങൾ ഉണ്ടായി എന്ന് ബോധ്യപ്പെട്ട് കോഴി ബിരിയാണി, അതുപോലെ നെയ്ച്ചോറ്, ഇതെല്ലാം 3 നേരം പുറത്തുനിന്ന് വരുന്നത്രേ. ശരിയാണ്. അല്ല, ഇത് ജില്ലാ ജഡ്ജി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അവരെ കർശനമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പേരിലാണ് അവരെ കണ്ണൂർ ജയിലിലേക്ക് മാറ്റുന്നത്. അപ്പോൾ തന്നെ ഇവർ റെമിഷൻ അർഹതയില്ല എന്നുള്ളത് ബോധ്യമല്ലേ? 2 കൊല്ലമായിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല, അത് ഞങ്ങളെ ഭരണകാലത്താണ്. 2 കൊല്ലം മുമ്പാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. അപ്പോൾ അത് 8 കൊല്ലത്തിനിടയിൽ, ഈ സർക്കാർ വന്നത് 8 കൊല്ലത്തിനിടയിലാണ്. അപ്പോൾ അങ്ങനെ വന്ന് അപ്പോൾ എന്താണ്, എല്ലാ തലങ്ങളിലും അടുക്കള ഡ്യൂട്ടിക്ക് വെച്ചാൽ അടുക്കള ഡ്യൂട്ടിക്ക് പോകില്ല. അത് ഡെറിലിക്ഷൻ ഓഫ് പ്രിസൺ ആക്റ്റാണ്. അല്ലെങ്കിൽ അവരുടെ ഇപ്പം ഞങ്ങൾ കൺവിക്റ്റഡ് അല്ല, കൺവിക്റ്റഡ് ആയ ആളുകൾക്ക് ജോലി കൊടുക്കും. ആ ജോലി ഇന്ന ജോലികളാണെന്ന് ആക്ടിലുണ്ട്, ജയിൽ ആക്ടിലുണ്ട്. ആ ജയിൽ ആക്ട് പ്രകാരം നടപടി എടുക്കണം. ഇവർക്ക് കൊട ചൂടി കൊടുത്തു, അതറിയോ? അത് മാത്രമല്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ ഇത് കേട്ടതൊക്കെ ശരിയാണെങ്കിൽ അവർക്ക് പ്രത്യേകമായ വേഷഭൂഷാദികൾ പോലും അവിടെ അനുവദിക്കപ്പെട്ടു എന്നാണ്. ഒരു കൺവിക്റ്റഡ് പ്രിസണിന് നമ്മളെ അക്കം എഴുതി വെച്ചിട്ടുള്ള വസ്ത്രം, അത് ഒരേപോലത്തെ വസ്ത്രം, അക്കം എന്ന് പറയുന്നത് ജയിൽ നമ്പറാണ്. ആ നമ്പർ പ്രിസണർ നമ്പർ വെച്ചുള്ള ഇതാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? കേരളത്തിലെ മണിയറയാക്കി കേരളത്തിലെ ജയിലുകൾ മാറ്റിയത് ഏത് ഗവൺമെൻറ് കാലത്താണ്? അനിൽ നമ്പ്യാരെ ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു സംഭവം അങ്ങ് കൊണ്ടുവന്നതാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങേ അഭിനന്ദിച്ചാണ് ഞാൻ. അപ്പോൾ ഏത് ഭരണത്തിന് കീഴിൽ കെ കരുണാകരൻ്റെ കാലത്തുണ്ടായിരുന്നോ? AK ആൻ്റണിയുടെ കാലത്തുണ്ടായിരുന്നോ? അതല്ല കുറച്ചു കാലം ഉണ്ടായിരുന്ന CH മുഹമ്മദ് സാഹിബിൻ്റെ കാലത്തുണ്ടായിരുന്നോ? അല്ലെങ്കിൽ EK നായരുടെ കാലത്തുണ്ടായിരുന്നോ? അച്യുതാനന്ദൻ്റെ കാലത്തുണ്ടായിരുന്നോ? പിണറായിയുടെ കാലത്ത് മാത്രമല്ലേ ഇത് പുറത്തു വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട, ഇത്രയേറെ മെഷർമെൻ്റ് ഉണ്ടായിട്ട് പോലും
ഇത് പുറത്തു വന്നു എന്ന് മാത്രമല്ല, ഞാനൊരു കാര്യം ഇവിടെ താങ്കളുടെ ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ കണ്ട കാര്യമാണ്. ഇവിടെ 14 കൊല്ലം എന്ന് പറയുന്നത് മിനിമമാണ്. അത് ഒരു ജീവപര്യന്തത്തിലുള്ള ആളുകളെ കൺസിഡർ ചെയ്യാണ്. ഇത് 3 ജീവപര്യന്തമാണ് അവരുടെ പേരിലുള്ളത്. അതുകൊണ്ട് 14 വർഷമായപ്പോലും റിമിഷന് നിയമപരമായി ലോ ഡിപ്പാർട്ട്മെൻറ്റ് പോലും ശുപാർശ ചെയ്യാൻ പാടില്ലാത്തതാണ്. ഉന്നതങ്ങളിലെ പിടിപാടല്ലേ. ഇവിടെ അട്ടക്കളൊരു വിനീതകുമാരി 19 വർഷമായി കഴിഞ്ഞു എന്ന് താങ്കളുടെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്. അതുപോലെ രമ്യ 2 ചെറിയ കുഞ്ഞുങ്ങളെയുമായുള്ള അവർ അവിടെ 10-20 വർഷമായി. അതുപോലെ ലേഖ 20 വർഷമായി. ഇത് ഒത്തിരി ആളുകൾ അവിടെ ഇതേപോലെയുള്ള ജീവപര്യന്തം തടവുകളിൽ കഴിയുന്ന ആളുകൾ. ഇതിനേക്കാൾ 2 കണ്ണും കാണാത്ത ആളാണല്ലോ വിനീതകുമാരി. 2 കണ്ണും കാണാത്തവർ അവർ എന്തായാലും പരീക്ഷ കൊടുക്കേണ്ടതല്ലേ? കൊടുത്തില്ലല്ലോ. കേരളത്തിലെ പിണറായി സർക്കാർ അങ്ങനെയാണോ ചെയ്യുന്നത്? അപ്പം നമ്മൾ ആലോചിക്കേണ്ടത്, ഇവിടെ കേരളത്തിലെ മന്ത്രി ആരായിരുന്നാലും മന്ത്രിയല്ലല്ലോ ഇത് ഒപ്പുവെച്ചത്. അദ്ദേഹത്തിൻ്റെ വകുപ്പല്ലല്ലോ, ട്രാൻസ്പോർട്ട് വകുപ്പല്ലല്ലോ ഇത് ഇവരെ പുറത്തുവിട്ടത്. അത് ജയിൽ വകുപ്പ് ആരതാണ്? ജയിൽ വകുപ്പ് മാത്രമല്ല, മുഖ്യമന്ത്രി നേരിട്ട് കാണാതെ ഒരു മന്ത്രിസഭയിലേക്കും തീരുമാനങ്ങൾ മിനിറ്റ് ചെയ്യാൻ പാടില്ല. അത് മുഖ്യമന്ത്രി കണ്ടെങ്കിലേ മന്ത്രിസഭാ അജണ്ടയിലേക്ക് കയറുള്ളൂ. അപ്പോൾ ആരാ കുറ്റവാളി? മുഖ്യമന്ത്രി. അവിടെ ജയിൽ ഉപദേശ സമിതിയിലെ ഒരു CPM സഹയാത്രിക ഇവിടെ പ്രസ്താവന നമ്മൾ കണ്ടല്ലോ. ഒരു തരത്തിലുള്ള സരളയുടെ എം വി സരളയുടെ മൊഴി നമ്മൾ കേട്ടല്ലോ. എന്താ പറഞ്ഞത്? ഒരു തരത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ മാത്രം പോരെ ഇവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന്. പിന്നെ ഇവരെ എന്തിനാണ് അമേരിക്കയിൽ നിന്ന് പുറത്താക്കിയത്? അവിടെ കളവ് നടത്തിയിട്ട്, അമേരിക്കയിൽ നിന്ന് കളവ് നടത്തി. എന്തുകൊണ്ടാണ് അവർക്ക് കൊടുത്ത സ്വത്ത് അദ്ദേഹം തിരിച്ചെഴുതേണ്ടി വന്നത്? ഇവരുടെ ദുർനടപ്പ്. അപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ കുറ്റത്തിന് മുമ്പുള്ള കാലം, കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷമുള്ള കാലം, അതുപോലെ ജയിൽവാസം അനുഭവിച്ചിരുന്ന കാലം, ഇവയെല്ലാം പരിശോധിച്ചാൽ ഇതിനർഹപ്പെട്ടതല്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു ഫ്രേസ് തന്നെയാണ് പറയുന്നത്, പിണറായി വിജയൻ വേട്ടക്കാർക്കൊപ്പമാണ്, ഇരകൾക്കൊപ്പമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ഭാസ്കരക്കാരൻ അവരുടെ കുടുംബം ഇത് ആവശ്യപ്പെട്ടിട്ടുള്ളത്, ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ വേട്ടക്കാർക്ക് വേണ്ടി ജയിൽ ഇന്ന് ഏറ്റവും വലിയ ആധുനിക സൗകര്യങ്ങളുണ്ടാക്കി എല്ലാവർക്കും സുഖിക്കാൻ വേണ്ടിയുള്ള ഒരു ആലയമാക്കി മാറ്റിക്കൊണ്ട് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് സുഖിക്കാനും വേണ്ടപ്പെടാത്തവരെ അവിടെ അടിച്ചൊതുക്കുവാനും കഴിയുന്ന ഒരു ഉപാധിയായി ജയിലിനെ മാറ്റിയ ഒരു ഭരണകൂടം, അതിൻ്റെ ഉത്തരവാദികൾ കേരളത്തിലെ പിണറായി വിജയനാണ്, LDF സർക്കാരാണ്. അവർക്കെതിരായുള്ള അതിശക്തമായ, അതോടൊപ്പം ഒറ്റ വാക്കുകൂടി പറയാം, ഇവിടെ വളരെ ഗൗരവമായിട്ട് പറയുകയാണ്, വേലി തന്നെ വളരുന്നതെന്നൊക്കെ പറയുന്നത് കുറ്റത്തിൻ്റെ പോലെ ഏറ്റവും കാഠിന്യമുള്ളതാണ്. ഒരു ജയിൽ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾക്ക് അവർക്ക് ഉപകരണമാക്കി. ഒരു ജയിലിലെ നിങ്ങൾക്കറിയാം, നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരിയെ പീഡിപ്പിച്ചാൽ ഇരട്ടി ശിക്ഷയാണ്. ഇപ്പം ജയിലിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ജയിലിൻ്റെ അധികാരപരിധിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ജയിലിലെ ഇൻമേറ്റിനോട് ഈ രീതിയിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഏത് തരത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടത്? എന്താ കൈകാര്യം ചെയ്യാത്തത്? വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി ആണ് അദ്ദേഹം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതുകൂടി പരിശോധിക്കേണ്ടത്. ഓക്കെ.